welcome back. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് DIY ബോഹോ ഡെക്കോറുകളാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ DIYയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടുപുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഫസ്റ്റ് DIY നമ്മളൊരു ബോട്ടിലായിട്ടാണ് ചെയ്യണത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു ചെറിയൊരു ഗ്ലാസ് ബോട്ടിലുമാണ് എടുക്കുന്നത്. ഇത് കെച്ചപ്പൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചെറിയൊരു ബോട്ടിലും ഇത് വെള്ളം വാങ്ങിയപ്പോൾ കിട്ടിയൊരു ബോട്ടിലുമാണ്. അപ്പോൾ ഞാനിത് രണ്ടും ചെയ്യണതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാമെന്ന് കാണിക്കാമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ബോട്ടിലായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ലൈൻ ആർട്ടാണ് ഇതിനകത്ത് ചെയ്യാൻ പോണത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് വേറൊരു സംഭവം. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ DIY ചെയ്യാൻ ആവശ്യം പ്ലാസ്റ്റിക്കോ ഗ്ലാസ്സോ ആയിട്ടുള്ള ഏത് സൈസിലെ ബോട്ടിലെങ്കിലും, പിന്നെ കാർബൺ പേപ്പർ, പിന്നെ എന്തെങ്കിലും പ്രിൻ്റ് എടുത്ത ലൈൻ ഡ്രോയിങ്, ഫേസോ നമുക്കിഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുക്കുക. ഇപ്പോൾ എനിക്ക് പ്രിൻ്റ് എടുക്കാൻ പോകാൻ ഷോപ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മാഗസീനിന്ന് മുമ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന രണ്ട് ഇതാണ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഉണ്ടായിരുന്നത് തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും പേനയുടെ ടിപ്പോ എന്തെങ്കിലും മതി. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത് ഇങ്ങനത്തെ ക്ലേ മോഡലിങ്ങിൻ്റെ ടൂളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ പിക്ചർ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിലിലേക്ക് പകർത്തണത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ആണ് ഇതിനകത്ത് ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിന് പറ്റിയൊരു കാർബൺ പേപ്പർ എടുക്കുക. എന്നിട്ട് ഏത് സൈഡാണോ ചെയ്യേണ്ടത് ആ സൈഡിൽ അത് ആദ്യം വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വരയ്ക്കാനുള്ള സംഭവം ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പ് വെച്ചിട്ട് ഈ രണ്ട് സൈഡും ഒട്ടിച്ച് അത് ഇങ്ങനെ എന്താ പറയുക തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒട്ടിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് മൊത്തം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അഴിച്ചു നോക്കാം. നമുക്ക് ഈ കാർബൺ പേപ്പർ അയക്കാം. അപ്പോൾ നമ്മുടെ ഇമേജ് ഈ ബോട്ടിലേക്ക് ആയിട്ടുണ്ട്. ഇത് ചെയ്ത ഉടനെ തന്നെ നമ്മൾ കൈ വെച്ചിട്ടൊന്നും ആക്കാതിരിക്കാൻ നോക്കുക. ഇതിങ്ങനെ പടരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ ആ ടൈം വരെ നമുക്ക് ഈ ബോട്ടിലും ഈ പിക്ചർ ഇതേപോലെ തന്നെ എന്താ പറയുക ആക്കിയെടുക്കാം. അപ്പം നമ്മൾ രണ്ട് ബോട്ടിലും ഇതിങ്ങനെ കാർബൺ പേപ്പർ വെച്ചിട്ട് ഈ ഇമേജ് പകർത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഡാർക്ക് ആക്കണം. ഏത് കളറാണ് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കണം അത് വെച്ചിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 3D ലൈനർ ഉപയോഗിക്കാം. അതാണെങ്കിൽ കുറച്ച് എന്താ പറയുക കുറച്ച് കട്ടിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഉള്ള ഓപ്ഷൻ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഔട്ട്ലൈനർ ഉപയോഗിക്കാം. 3D ലൈനർ ആകുമ്പോൾ നമുക്കിത് ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും ആക്കിയിട്ടെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിലായിട്ട് വരച്ചു കൊടുക്കുക.
ഇനി ഇത് നമുക്ക് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബോട്ടിലും ചെയ്തെടുക്കാം. ഈ ഗോൾഡ് ഇത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് മൂടിയുള്ള ബോട്ടിലല്ല നമ്മൾ വരച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ആ ബോട്ടിൽ മാറ്റിയിട്ട് ഈ ബോട്ടിലേക്ക് ആക്കി ഒരു ബ്രൗൺ 3D ലൈനറും വെച്ചിട്ട് അതേ സെയിം ഡിസൈൻ തന്നെ ഇതിലേക്ക് വരച്ച്. കാരണം ആ ബോട്ടിൽ കുറച്ച് ചെറുതായിട്ട് തോന്നി എനിക്ക്. ഞാൻ വെക്കാൻ പ്ലാൻ ചെയ്തിരുന്ന സ്പേസിലേക്ക്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുത്താൻ ഈ ഡിസൈൻ എടുത്ത് കാണിക്കാൻ വേണ്ടി വൂളൻ യാണ് ഈ കളറിൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി ഫുള്ള് ഫില്ല് ചെയ്യാൻ പോവാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ബോട്ടിലും വരച്ചത് ഉണങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ഇടാമെന്നാണ്. 2 ഷെയ്ഡിലുള്ള മണ്ണ് 2 ഫേസിനായിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഫണൽ യൂസ് ചെയ്തിട്ടാണ് ഇടുന്നത്. പക്ഷേ 2 സൈഡിൽ 2 കളർ മണ്ണ് വേർട്ടിക്കലായിട്ട് ഇടണോണ്ട് ആദ്യം നമുക്ക് ഒരു സാധനം എന്താ പറയുക, ഒരു ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫണൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 2 എണ്ണം ഉണ്ടാക്കണം, ഒന്ന് ഈ സൈഡിലേക്കും ഒന്ന് ഈ സൈഡിലേക്കും വെക്കാൻ. അപ്പോൾ ഒന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പേപ്പറിൻ്റെ ഒരു എൻഡിലായിട്ട് എന്തെങ്കിലും ഒരു പെന്നോ, ഇപ്പോൾ ഞാനൊരു വൈറ്റ്നറാണ് എടുത്തേക്കണം, അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ റോൾ ചെയ്യുക. നമുക്ക് ഇതേപോലെ ഒരു ട്യൂബ് കിട്ടും. എന്നിട്ടൊരു ടേപ്പ് വെച്ചിട്ട് ഇവിടെ സെക്യൂർ ചെയ്യുക. നമുക്ക് ഈ 2 ട്യൂബ് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിടത്താം. എൻ്റെ കയ്യിൽ ഒരു ഫണൽ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ ഒരു ഫണൽ ഒരു നമ്മുടെ പൈപ്പ് പോലെ ഉണ്ടാക്കിയതിലേക്കും പിന്നെ പറഞ്ഞാൽ ഞാൻ പേപ്പർ വെച്ചിട്ടൊരു ഫണൽ പോലെ ആക്കിയിട്ട് അതൊന്നിലേക്കും ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം ടൈമിൽ തന്നെ 2 എൻഡിലേക്കും ഇതിപ്പോൾ ഇതൊരു ഫേസും ഇതൊരു ഫേസും അല്ലേ, ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും 2 കളറ് മണ്ണാണ് ഉള്ളത്. എൻ്റെ കയ്യിൽ കാണിച്ചു തരാം. ഒന്ന് ബ്ലാക്ക് കളറിലെ മണ്ണ് അരിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ സാധാ മണൽ അരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കളറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് അറ്റ് ദ സെയിം ടൈം 2ലേക്കും ഇടണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ലെയർ പോലെ അടിയിലാവും. നമുക്ക് വേർട്ടിക്കലായിട്ട് 2 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇടാം. ഓക്കെ, ഇപ്പം നമ്മൾ ബോട്ടിൽ മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പീസ് ചാക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയർ പീസ്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ചാക്ക് നൂല് വെച്ചിട്ട് തന്നെ അതിന് ടൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ ഈ ഫേസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ടൈ വന്നിട്ടുണ്ട്. അവിടെ നമുക്കൊരു ബോ പോലെ കെട്ടാം. ഫ്രണ്ടിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ബോ പോലെ കെട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്ക് വെട്ടിക്കളയാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൃത്തി തോന്നുന്ന രീതിയിൽ നമ്മൾ ഈ ബാക്കിയുള്ളതൊക്കെ വെട്ടാം. എനിക്ക് തോന്നുന്നു മൊത്തം ഇങ്ങനെ റൗണ്ടിൽ വെട്ടണമായിരിക്കും നല്ലത്. ഓക്കെ, ഇനി ആ ഒരു ക്ലീൻ ലുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡിലുള്ള യാണ് കുറച്ച് കളയുക, അതായത് ഇങ്ങനെ കുറച്ച് ത്രെഡ് കളയുക. അപ്പോൾ ആ ഒരു വെട്ടിയ പോലത്തെ ഫീല് പൊക്കോളും. അതേപോലെ തന്നെ നമ്മൾ ഈ ബോട്ടിലും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ബോട്ടിലായിട്ട് റെഡി ആയിട്ട്. ബോട്ടിലാട്ടിൽ നമുക്ക് ലൈൻ ഡ്രോയിങ് തന്നെ വെക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഇമേജ്
അങ്ങനത്തെ ഒരു ഫിൽറ്റർ യൂസ് ചെയ്ത് ഡ്രോയിങ് പോലെ ആക്കിയിട്ട് അത് ട്രേസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഇമേജ് പോലെ ചെയ്തെടുക്കാൻ പറ്റും അത്. അപ്പോൾ അധികം ചിലവില്ലാതെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് റീയൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. അതാണ് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചാൽ കുറച്ച് സന്തോഷമാവും. ഇനി സെക്കൻഡ് DIY നമ്മളൊരു ബൗളാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ DIY ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത പ്രൊജക്റ്റിന് നമുക്ക് ആവശ്യം ഇങ്ങനത്തെ ഒരു ബൗളാണ്. ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല, നമ്മൾ ഏത് സ്പേസിലാണ് വെക്കണം ആ സ്പേസിലേക്ക് ചേർന്ന പോലത്തെ ഷേപ്പിലെ ബൗൾ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ട സാധനം ക്ലിങ് റാപ്പാണ്. അത് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ റോപ്പ് വെച്ചിട്ട് ചുറ്റാൻ പോണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന റോപ്പ് ഒരു ഓഫ് വൈറ്റ് കളറിലെ റോപ്പാണ്. ഇത് പ്ലാന്റേഴ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കണം. അങ്ങനെ ഒരു വലിയൊരു കെട്ടായിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനത്തെ റോളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബേസ് ചുറ്റണത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് എക്സ്ട്രാ യാണാണ്. വൂളൻ യാണും പിന്നെ ഒരു നൈലോൺ ഡൈ ആണ് ഞാൻ എടുത്തേക്കണത്. നമുക്ക് ഇഷ്ടമുള്ള കളർ പാലറ്റിൽ എടുക്കുക. ഇപ്പം ഞാൻ ഇതിൽ ഈ 3 കളറാണ് യൂസ് ചെയ്യണത്. ചുറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നൈലോൺ യാണാണെങ്കിൽ ചെറുതാണെങ്കിലും ഒരു നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. ഇതാവുമ്പോൾ കുറച്ചിങ്ങനെ വൂളൻ യാണല്ലേ, കുറച്ചിങ്ങനെ പ്രസ്സായി പോവും. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ ഈ കളേഴ്സിൽ, അതുകൊണ്ട് ഞാനിതെടുത്ത്. ഇനി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ക്ലിങ് റാപ്പ് ചുറ്റണം. ഓക്കെ, അപ്പോൾ ഫുള്ള് കവറായിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ വെച്ചിട്ട് റോപ്പ് ചുറ്റി തുടങ്ങാം. നമുക്ക് ഈ കെട്ടിൻ്റെ ഇപ്പുറത്ത് വെട്ടാം ഒരു ക്ലീൻ കട്ട്. അത് കഴിഞ്ഞിട്ട് അത് വിട്ടുപോവാതെ നോക്കുക, കാരണം നമുക്കത് അങ്ങനെ തന്നെ ചുറ്റേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഈ ആണ് ചുറ്റാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഗ്ലൂ ഗൺ വെച്ചിട്ട് കുറച്ച് പശയാക്കി കൊടുക്കുക. ഈ എൻഡിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് പശാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചുറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എൻഡിൽ ഇങ്ങനെ നൂലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇത് ആദ്യം ഇങ്ങനെ ഒട്ടിക്കണം. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് സ്പേസ് വിട്ടിട്ട് യെല്ലോ യാൺ ചുറ്റിയതുപോലെ തന്നെ ബാക്കിയുള്ള യാണുകളും നമുക്ക് ഇഷ്ടമുള്ള കളർ അനുസരിച്ചിട്ട് ഇങ്ങനെ മാറ്റി ചുറ്റി കൊടുക്കണം. ചുറ്റിക്കഴിയുന്നതനുസരിച്ചിട്ട് കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് ആ റോപ്പും ഒട്ടിക്കുക. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പൊസിഷൻ നോക്കിയിട്ട് ഞാൻ ആ കറക്റ്റ് പൊസിഷനിൽ ചുറ്റും. അത് കഴിഞ്ഞിട്ട് ആ റോപ്പ് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 3-4 സർക്കിൾ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞ പിന്നെ ഞാൻ ഒരു ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് മൊത്തം ചുറ്റി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ബൗളിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഈ റോപ്പ് ചുറ്റി ഒട്ടിച്ചത്.
അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഊരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പോർഷൻ ഒട്ടിക്കുന്നതാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അധികം ഉള്ളിലേക്ക് ആവാനും പാടില്ല. ഇപ്പോൾ ഈ സൈഡാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് അധികം ഉള്ളിലേക്ക് ആവാനും പാടില്ല, എന്നാൽ ഇങ്ങനെ ബ്ലെൻഡായ പോലെ ഉണ്ടാവുകയും വേണം. കണ്ട, ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്കാക്കിയിട്ട് ഈ ഭാഗം മാത്രം ഒട്ടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇവിടെ കുറച്ച് പശകളുടെ ഇതൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലൂ ഗൺ ഓൾറെഡി ചൂടായിട്ടുണ്ടാവില്ലേ, അത് ഇങ്ങനെ പ്രസ് ചെയ്യാതെ ഇങ്ങനെ ചൂടായ ഭാഗം ആ ഗമ്മിൻ്റെ അവിടെ ഇതാക്കുകയാണെങ്കിൽ അതൊന്നും കൂടി എന്താ പറയുക, മെൽറ്റാവും. അപ്പോൾ എന്നിട്ട് അതവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കട്ടിയുള്ള ഭാഗമില്ലേ. അപ്പോൾ അതങ്ങനെ ബ്ലെൻഡായിട്ട് കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കണമൊക്കെ പൊക്കോളും. അങ്ങനെ ചെയ്തിട്ട് എല്ലാം ഒന്ന് നീറ്റാക്കുക. അതേപോലെ ഇങ്ങനെ നൂല് പോലെ വന്നിട്ടുണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ പറിച്ചളയാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഡെക്കോർ പീസുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.